വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ള വാഗമണ്ണാണ്. ഇപ്പോൾ വാഗമണ്ണിൽ ഓക്സിഡ് ഒയാസിസ് എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വൈസ് ഞങ്ങൾ നൈറ്റിലാണ് ഇവിടെ വന്നു ചേർന്നത്. അപ്പോൾ ഇന്ന് വാഗമണ്ണിലെ ഓക്സിഡ് ഒയാസിസ് എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ നല്ലതായി. നമുക്ക് ഈ ആകെ ഒന്ന് കണ്ടു നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് വാഗമണിലെ ഡേ 2 ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ എല്ലാം നോക്കിയായിരുന്നു. നല്ല രസമുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ കണ്ടതിനെക്കാട്ടിയും കുറേ കാര്യങ്ങൾ കണ്ടു. കാരണം ഇന്നലെ നൈറ്റിലല്ലേ ഞങ്ങളുടെ വന്ന് ഇവിടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരു കാര്യം നല്ല പുതിയതായിട്ട് കണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. കുളമല്ല, തോടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ കുറേ മീനുകളുണ്ടായിരുന്നു. അതുമല്ല, പിന്നെ ഈ ഹോം സ്റ്റേയുടെ അപ്പുറത്ത് ഒരു തോടുണ്ട്, പക്ഷെ അതിനകത്ത് മീനൊന്നുമില്ല. ഇവിടെ തന്നെ ഒരു മീനിന് കൊടുക്കാൻ പറ്റിയ ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഇതൊക്കെ കണ്ടായിരുന്നു. ഞാനിതൊക്കെ നോക്കി നല്ല എക്സ്പ്ലോർ ചെയ്യുവാണ്. ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് അവിടെ ഞാൻ തേയിലത്തോട്ടം കണ്ടു. ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. ഇന്നലെ ഞാൻ വന്നതിനെക്കാട്ടിലും ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ ഇവിടെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് മീനുകൾ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ കിച്ചുവിൻ്റെയും പിന്നെ മീരയെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചച്ഛൻ്റെ മോളാണ്. മീരയുടെ കൂടെ ഞാൻ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ വീണ്ടും പോയി ഓരോ മീനിൻ്റെ തീറ്റ എടുത്തിട്ട് വന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും ഇട്ട് കൊടുക്കുന്നു, വീണ്ടും പോയി എടുത്തുകൊണ്ട് പോകുന്നു. അത് തന്നെ ഞങ്ങൾ റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് നേരത്തേക്ക്. പിന്നെ അവർ രണ്ടുപേരും മീരയും പിന്നെ ചിച്ചുവാണെങ്കിൽ കുറേ നേരം കളിച്ചു. ഞാനാണെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുക്കുന്ന താമസത്തിൽ ഇവിടെയാണെങ്കിൽ ഏലവും ഉണ്ട് കേട്ടോ. ഏലത്തോട്ടവും ഉണ്ട്. അവിടെയൊക്കെ നട്ടിരിക്കുന്നത് ഏലമാണ്. ഞാൻ വിചാരിച്ച പുല്ലാണെന്ന് കേട്ടോ. അതുകൊണ്ട് ആ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണെങ്കിൽ അവിടെ ഒരു ചെറിയ അത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവിടെ മീനുകളൊക്കെ കുറേ എണ്ണമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറേ എണ്ണമുണ്ട്. അത് കിടന്ന് കുലുങ്ങുമ്പോൾ ആ ഒരു വെള്ളം മൊത്തം കിടന്ന് കുലുങ്ങുവാണ്. ഇവിടെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ ഓടിച്ചാടി ഞങ്ങൾ മൊത്തം എക്സ്പ്ലോർ ചെയ്ത്. രാവിലെ ആകുമ്പോൾ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഈ ഏലത്തോട്ടത്തിൻ്റെ അടുത്ത് ഞങ്ങൾ നിന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇവിടെ ഏലത്തോട്ടം ഉണ്ടെന്നല്ല ഞാൻ ഇന്നാണ് കാണുന്നത്. സത്യം പറയാലോ, ഇന്നലെ വന്നുകൊണ്ട് ഞാൻ ഒന്നും കണ്ടില്ല. ഇങ്ങനെ ഞങ്ങൾ നേരെ പോയത് KPM വാഗമണ്ണിലോട്ടാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ തേയിലത്തോട്ടത്തിനകത്ത് പോയായിരുന്നു. തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോയി. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ തേയിലത്തോട്ടം. പിന്നെ ഗൈസ്, രാവിലത്തെ സൂര്യപ്രകാശത്തിൽ ഈ തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ അവിടെ വഴികളിൽ കൂടെ നടന്നായിരുന്നു. നടക്കുമ്പോഴൊക്കെ നല്ല ഒരു ചെറിയ വഴിയാണ്. എന്നാലും അവിടെ ചെന്നിട്ട് നല്ല ഫോട്ടോകളൊക്കെ എടുക്കാൻ നല്ലതായിരിക്കും. ഞങ്ങൾ അവിടെ ഉറപ്പായിട്ടും ചെല്ലണം എന്നാണ്. അങ്ങനെ വന്നപ്പോൾ ആണെങ്കിൽ ഞങ്ങളിവിടെ മൊത്തം കണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്നത്തെ ഒരു ദിവസം മൊത്തം ഞാൻ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുവാണ്. കാരണം ഇന്നലെ വന്നപ്പോൾ ഫുള്ള് നൈറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ വന്ന് കുറേ കാര്യം എക്സ്പ്ലോർ ചെയ്തു. ആ തേയിലത്തോട്ടം മൊത്തം ഞാൻ ചുറ്റും നടന്നു. ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് എൻ്റെ കാലയിൽ ഈ കമ്പ് കൊണ്ട് വീണു. അതെനിക്ക് ഭയങ്കര വേദനയുണ്ട്. നിങ്ങൾ പോകണം ഉറപ്പായിട്ട്. നിങ്ങളിവിടെ ഹോം സ്റ്റേയിൽ വരുവാണെങ്കിൽ ഇത് ചുറ്റുപാടം മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. നല്ല രസമായിരിക്കും എക്സ്പ്ലോർ ചെയ്യുക. കുറേ ഫോട്ടോസ്. പിന്നെ ഞങ്ങൾ നേരെ പോയി KPM ഇവിടെ ഞങ്ങൾ ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കുളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും എക്സ്പ്ലോർ ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കൊട്ടവഞ്ചിയിൽ നമ്മൾ ഒരു ബോട്ടിംഗ് ഉണ്ട്. അതിനകത്ത് കുറേ കോഴിക്കാർ പിന്നെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് തീറ്റയും കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലൊക്കെ വന്നിട്ട് എനിക്ക് തോന്നി കുറേ ഇക്കിളിയാവുന്നുണ്ട് എനിക്ക് ഞാൻ കൊടുത്തപ്പോൾ. പിന്നെ ഇവിടെ ചെറിയ വാട്ടർഫാൾ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് മീന് കുറേ കോഴിക്കാപ്പുണ്ടായിരുന്നു. വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതുമല്ല ഇവർ ഈ വരുമ്പോഴത്തേക്കും ഞാൻ കണ്ടതാണ്. ഞാൻ കൊട്ടവഞ്ചി കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറേ കോഴിക്കാർപ്പ് അവിടെ വന്ന് മീനുകളാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കാണാൻ നല്ല രസമാണ്.
ഇവിടെ തീറ്റയൊക്കെ കൊടുക്കും. ഞാൻ തീറ്റ കൊടുത്തായിരുന്നു. ഞാൻ ആദ്യം പേടിച്ചായിരുന്നു എനിക്ക് ആദ്യം പോയപ്പോൾ പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇക്കിളിയാവുന്നു അവർ കൈയൊക്കെ കൊടുക്കുമ്പോൾ. അവിടുത്തെ മീനിന് പിന്നെ പല്ലില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ടായിരുന്നു. ഗാർഡനിൽ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കുറേ കോഴികളും, പിന്നെ ഞാൻ ഹാംസ്റ്ററിനെ കണ്ടായിരുന്നു, റാബിറ്റ്സിനെ കണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള മീനുണ്ട്. ഞാൻ അലിഗേറ്ററിനെ പോലൊരു സാധനത്തിനെ ഞാൻ കണ്ടായിരുന്നു. അത് അലിഗേറ്റർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ ഞാനിങ്ങനെ കൊടുക്കുന്ന സീനാണ് ഇത് ഞാൻ കുറേ പേടിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും കൊടുത്തതാണ്. പിന്നെ അങ്ങനെ അവിടെ കൊട്ടവഞ്ചിയിൽ കറക്കമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോകുമ്പോൾ അതൊക്കെ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമാണ്. പിന്നെ അവിടെ തന്നെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തതാണ്. ഇത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയോടെയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അത് വരുമ്പോൾ അത് പല്ലുണ്ടോ പല്ലില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. മൊത്തം വന്ന് വെള്ളം തിറപ്പിക്കുകയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കുറേ ഉണ്ട് അവിടെ. നമ്മൾ വാഗമൺ പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഉള്ള എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം, സത്യം പറയാമല്ലോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇനി ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ കുളിക്കുന്ന കാര്യമാണ് കാണുന്നത്. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി, ചിച്ചു ഇറങ്ങി, പിന്നെ മീരി ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഗൈസ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന അടുത്തോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.